ഹായ് ഗെയ്സ്, ഏവർക്കും ചാവക്കാടൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സ്ട്രോബെറി തോട്ടം വരെയായിരുന്നു നമ്മുടെ വീഡിയോയിലുള്ളത്. ഇന്ന് ഞങ്ങൾ സ്ട്രോബെറി തോട്ടത്തിലേക്ക് കയറുകയാണ്. മനോഹരമായ ഒരു സ്ട്രോബെറി തോട്ടം. വട്ടവടയുടെ ഒത്ത നടുവിലായിട്ടാണ് ഈ സ്ട്രോബെറി തോട്ടം. ഏകദേശം വട്ടവടയിൽ നിന്നൊരു 10-25 കിലോമീറ്ററോളം ചുറ്റിക്കാണാനുള്ള ജീപ്പ് സഫാരി റൂട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സ്ട്രോബെറി തോട്ടം. വളരെ അടുത്ത് നിന്ന് സ്ട്രോബെറി കാണാൻ കഴിഞ്ഞു. ആദ്യമായിട്ടാണ് സ്ട്രോബെറി ഇത് പറിക്കേണ്ട സമയത്താണ് പറിച്ചു വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇച്ചിരി മധുരവും ഇച്ചിരി പുളിയും ഉണ്ട്. പക്ഷേ ഫുൾ മധുരം ഉള്ളതുകൊണ്ട് ഈ മഴ സീസണൊക്കെ ആയതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇവിടുന്ന് സ്ട്രോബെറി പർച്ചേസ് ചെയ്തു, അതുപോലെ തന്നെ ജാം പർച്ചേസ് ചെയ്തു. ജാം ഇത് 250 ഗ്രാം 200 രൂപ, അത് 200 രൂപ. നല്ല മധുരമാണ്, ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ അതുപോലെ തന്നെ സ്ട്രോബെറി കിലോ 600 രൂപയാണ്. നമ്മൾ 1/4 കിലോ മേടിച്ചത്. കാര്യം പഴുത്തിട്ടുണ്ട്, പക്ഷേ ചെറിയൊരു പുളി ഉള്ളതുകൊണ്ട് 4 ദിവസത്തിനുള്ളിൽ കഴിച്ചു തീർക്കണം. ഒരുപാട് ദിവസം ഇരിക്കത്തില്ല, അപ്പോൾ അത് നമ്മൾ കുറച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് 150 രൂപ, അതായത് 1/4 കിലോ 150 രൂപ. ഞങ്ങൾ അറമാദിക്കുകയാണ് ഗൈസ്. സ്ട്രോബെറി തോട്ടത്തിന് നടുവിലാണ്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞങ്ങൾ ഏണിങ്സിൽ ഞങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള അപ്ഡേഷൻ ഞങ്ങൾക്ക് ഇന്നാണ് വന്നത്. 3 മില്യൺ ക്രോസായി. അപ്പം ഞങ്ങൾ അപ്ലൈ ചെയ്തു. ഇനിയും യൂട്യൂബിൻ്റെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്. 2-3 വീക്സ് എടുക്കുമെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ഒരു പക്ഷേ 1 മന്ത് വരെ എടുത്തേക്കാം. അപ്പം അത് കഴിഞ്ഞുള്ള ഒരു 2 വെരിഫിക്കേഷനോടുണ്ട്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ധനം സമ്പാദിക്കാനുള്ള ആ മോണിറ്റൈസേഷൻ പ്രക്രിയ പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്തയും കൂടെ നിങ്ങളോട് ഞങ്ങൾ പങ്കുവെക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ പിന്തുണയും എല്ലാം ഉണ്ടാവണം. ഇതുവരെ ഇപ്പോൾ 10,000 സബ്സ്ക്രൈബർ ആകുന്നു. അതുപോലെ തന്നെ 10 മില്യൺസൊക്കെ നമ്മൾ കവർ ചെയ്തു. 20 മില്യൺസും കഴിഞ്ഞു നമ്മുടെ പബ്ലിക് ഷോർട്സ് വ്യൂസ്. ആ സന്തോഷം എല്ലാം കൂടെ പങ്കുവെക്കാൻ വേണ്ടി ഞങ്ങൾ മൂന്നാർ ഇറങ്ങി അടിച്ച് പൊളിക്കുകയാണ്. അടുത്ത സ്പോട്ട് ഉരുളക്കിഴങ്ങിൻ്റെ സ്പോട്ടാണ്. ഉരുളക്കിഴങ്ങും ബീൻസിൻ്റെ തന്നെ ഒരുപാട് ഐറ്റവും ഉള്ളൊരു സ്പോട്ടാണ് നമ്മൾ കണ്ടത്. ഇത് കഴിഞ്ഞ ദിവസം മലയടിവാരം ഇടിഞ്ഞു വീണൊരു സ്പോട്ടാണ്. അത് മനോഹരം ഞങ്ങളെ കാണിച്ചു. അടുത്ത സ്പോട്ടെന്ന് പറയുന്നത് വട്ടവട വെള്ളച്ചാട്ടത്തിലേക്കുള്ള സ്പോട്ടാണ്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, പക്ഷേ നമുക്ക് പാസ്സൊന്നുമില്ല ഇതിലേക്ക് ഇറങ്ങുന്നതിന്. കുറച്ച് ദുർഘട പാതയാണ്, ഒരു സിംഗിൾ പാസേജ് മാത്രമാണ്. അവിടെ ഞങ്ങൾ ഫാമിലിയായിട്ട് വട്ടവട വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന മാർഗ്ഗമധ്യയാണ്. അമ്മുവൊക്കെ പാഞ്ഞ് പിടിച്ചിറങ്ങുകയാണ്. അമ്മു ഒന്ന് വീണു. അമ്മു ആ വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷേ അമ്മുവിന് ഭയങ്കര ചമ്മലായിരുന്നു. അത് കഴിഞ്ഞ് അമ്മു പറഞ്ഞു ആ വീഡിയോ ഒരു കാരണവശാലും ബ്രോഡ്കാസ്റ്റ് ചെയ്യരുതെന്ന്. അമ്മു ഇപ്പം ബ്രോഡ്കാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ അമ്മുവിനിപ്പം നല്ല വ്യക്തമായ ധാരണയാണ്. അമ്മുവിൻ്റെ മുഖത്തേക്ക് ക്യാമറ കൊണ്ടുപോയി കഴിഞ്ഞാൽ അമ്മു പറയും, ഹായ് ഗെയ്സ്, ചാവക്കാടൻ ബോസിലേക്ക് സ്വാഗതം ഗെയ്സ് എന്നൊക്കെ അമ്മു പറയുന്നത് കേൾക്കാം. അമ്മു വേണ്ട വെള്ളം കണ്ട പാടെ അമ്മു ഞങ്ങളെക്കാൾ മുന്നേ ഓടി. ചെറിയൊരു പാസേജാണ്. നമുക്കങ്ങനെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും നമുക്കങ്ങനെ ഇത് വലിയ പ്രസിദ്ധി ആർജിച്ച വെള്ളച്ചാട്ടമാണെന്ന് നമുക്ക് തോന്നുക പോലുമില്ല. പക്ഷേ ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ആളില്ലാത്തതെന്നാണ് നമ്മളോട് പറഞ്ഞത്. വളരെ മനോഹരമായ വെള്ളച്ചാട്ടം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. ഞങ്ങളവിടെ സ്വർണ്ണത്തരികൾ പോലെ എന്തോ ഒരു തരികൾ കണ്ടു. ഇനി നമുക്ക് പോകാനുള്ളത് ഒരു അടിപൊളി സ്പോട്ടാണ്. ആ സ്പോട്ടിനെ കുറിച്ചാണ് മനോഹരൻ നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നത്. മനോഹരൻ്റെ ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞ് നല്ല പൊളപ്പൻ ഡ്രൈവിംഗ് ആണ്. ഞങ്ങൾ കുലുങ്ങി ഒരു പരുവായി. ഇത് വട്ടവടയിലെ ഒരു സ്കൂളാണ്. വട്ടവട നിവാസികൾക്ക് പഠിക്കാനുള്ള ഒരു സ്കൂളാണ്. അത്യാവശ്യം നല്ല പഠിത്തമൊക്കെ ആണെന്നാണ് മനോഹരൻ പറഞ്ഞത്. മനോഹരൻ്റെ ബാല്യം ഒക്കെ പഠിച്ചത് ഇവിടെ ആണെന്നും പറഞ്ഞു. അതുപോലെ തന്നെ മനോഹരൻ പുറത്തൊക്കെ പോയി പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെ പറയുന്നതിനിടയ്ക്ക് മനോഹരൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസമാണ് ഒരുപാട് മെച്ചം എന്ന് തന്നെയാണ് മനോഹരൻ പറയുന്നത്. ഇതാണ് നമ്മുടെ നായാട്ട് സിനിമയിലെ അടിപൊളി ഒരു സ്പോട്ട്. കുഞ്ചാക്കോ ബോബനും ജോജു ജോർജും നിമിഷ സജനും ഒക്കെ അവസാനം രക്ഷപ്പെടുന്നൊരു സ്പോട്ട്. അങ്ങ് ദൂരെ കാണാം അവർ താമസിച്ച വീടൊക്കെ കാണാം. അത് ഞങ്ങൾക്ക് മനോഹരൻ എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ്. പിന്നെ ഈ മല അടിവാരത്തിന് അപ്പുറമാണ് കൊടൈക്കനാൽ. ഇവിടുന്ന്
ബൈ റൂട്ട് പോയി കഴിഞ്ഞാൽ 20 കിലോമീറ്റർ താഴെ ഉള്ളതാണ് മനോട്ടം പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ ലോക്കൽസിന് മാത്രം ജീപ്പിൽ ഈ കൊടൈക്കനാലിന് അടുത്തുള്ളൊരു പ്രദേശത്ത് എത്താമെന്ന് പറഞ്ഞു. ടൂറിസ്റ്റുകൾക്ക് പോകാൻ പറ്റില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ വഴിയിൽ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്, അവിടെ ടൂറിസ്റ്റിനെ അതുവഴി വിടത്തില്ല. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അത് ടൂറിസ്റ്റിനെയൊക്കെ ബാധിക്കും. അവർ മനോട്ടം പറയുന്നത് ഒരു കാരണവശാലും കൊടൈക്കനാലിന് ഇതുവഴി പോകാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മൂന്നാറിലേക്കൊക്കെ ആൾക്കാർ വരവ് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ അടുത്ത സ്പോട്ടാണ് ഹണി മ്യൂസിയം. ഇവിടെ കുട്ടികൾക്ക് എൻട്രൻസ് ടിക്കറ്റ് എടുക്കണ്ട, മുതിർന്നവർക്ക് എടുക്കണം. ഏകദേശം 50 രൂപയാണ്. ഈ കുട്ടി വളരെ മനോഹരമായിട്ടാണ് തേനീച്ചകൾ തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്തത്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിൽ റാണിയാണ് ഇതിൻ്റെ മെയിനെന്നും റാണി ഒരുപാട് തേനീച്ച കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്നും അതുപോലെ തന്നെ ഇതിലെ ആൺ തേനീച്ചകൾക്ക് വലിയ എന്താ പറയുന്നത്, അവർ ജോലി എടുക്കത്തില്ല, പണിയെടുക്കാത്ത ടീമാണെന്നും അതുപോലെ തന്നെ ഒരുപാട് ഭൃത്യന്മാരെന്ന് പറഞ്ഞാൽ റാണിയുടെ ഒരുപാട് തേൻ സമ്പാദിക്കുന്ന കുറേ പെൺ തേനീച്ചകളെക്കുറിച്ചൊക്കെ അവർ ക്ലാസ് എടുത്തു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാത്തൊരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ആദ്യകാലങ്ങളിൽ തേൻ എടുത്തുകൊണ്ടിരുന്ന പ്രക്രിയ, അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടൊരു 14ഓളം പഴയ തേനുകൾ കുപ്പിയിലാക്കി പ്യൂരിഫൈ ചെയ്തെടുത്ത് നമ്മളെ ഓരോ തേനുകളെക്കുറിച്ചും ക്ലാസ് എടുക്കുന്ന ഒരു ഇരുണ്ട റൂമെന്ന് പറയാം. അവിടെ നമുക്ക് അതിനുശേഷം ഞങ്ങൾ വന്ന അവരുടെ സ്റ്റോറിലേക്കാണ് വന്നത്. ഇവിടെയും ഈ പറഞ്ഞതുപോലെ ഒരു 200 രൂപ തൊട്ട് മുകളിലോട്ട് പല പല തേനുകൾ, ഇപ്പോൾ തുളസിയുടെ മാത്രം തേനുകൾ, തുളസിയിൽ നിന്ന് മാത്രം ഉൽപ്പാദിക്കുന്ന തേനുകൾ, പിന്നെ അതുപോലെ തന്നെ ചെറുതേന്, വൻതേനുകൾ, പിന്നെ പല അസുഖങ്ങൾക്കുമുള്ള തേനുകൾ, പിന്നെ കുറേ ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ്സുകൾ. ഞങ്ങൾ അവിടെ നിന്ന് ഒരു തേൻ പർച്ചേസ് ചെയ്തു. എനിക്ക് തുമ്മലും ജലദോഷവും ഉള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു 250 രൂപ കൊടുത്ത് വൻതേനിൽപ്പെട്ട ഒരു തുളസി തേൻ മേടിച്ചു. പിന്നെ ഞങ്ങൾ ഐ ലവ് വട്ടവട എന്നെഴുതിയ ഒരു സ്പോട്ടുണ്ട്, അവിടെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് നമ്മുടെ മനോടൻ്റെ വീടാണ്, ചെറിയൊരു വീട്. മനോടൻ ഇവിടെ ഈ വീട് സ്വർഗമാക്കി ജീവിക്കുകയാണ്. ഇവിടം സ്വർഗമാണ് എന്നാണ് മനോടൻ പറയുന്നത്. മനോടൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, വിവാഹം കഴിച്ചിട്ടില്ല. ഞങ്ങൾ ചോദിച്ചു ഇവിടുന്ന് പുറത്തേക്ക് പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഇവിടെ ഉള്ളവർ തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നാണ് ഇവർ വിവാഹം കഴിക്കുന്നതും അതുപോലെ തന്നെ കഴിപ്പിച്ചയക്കുന്നതും. പിന്നെ ആദിവാസി ഊരുകളുണ്ട്, നമ്മുടെ അഭിമന്യുവിൻ്റെ ആദിവാസി ഊര് പോലുള്ള ഒരുപാട് ഊരുകളുണ്ട്. അവിടെയൊക്കെ എന്ന് പറയുന്നത് പരസ്പരം അവരുടെ റിലേറ്റീവ്സ് മീൻസ് അവരുടെ ബന്ധത്തിൽ തന്നെ വിവാഹം കഴിച്ചയപ്പിക്കുന്നതിനെക്കുറിച്ചാണ് മനോട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. ഇതാണ് വട്ടവട. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ട വട്ടവട ഗ്രാമത്തിൻ്റെ ഏറ്റവും അടുത്ത ദൃശ്യം. നമ്മുടെ വട്ടവട കഴിഞ്ഞു, ഇനി നമ്മൾ തിരിച്ച് മനോട്ടൻ്റെ ജീപ്പ് ഇടുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മുടെ വണ്ടിയും കിടക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് മനോട്ടൻ നമുക്ക് സമ്മാനിച്ച് തന്നത്. മൂന്നാറിൽ പോകുന്നവർ മനോട്ടനെ ഗൈഡായിട്ട് വിളിക്കുക. ഒരുപാട് അറിവുകൾ മനോട്ടൻ നമുക്ക് പകർന്നു തരും. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോവുകയാണ്. തിരിച്ച് ആ മനോഹരമായ ശോല വനങ്ങൾക്കിടയിലൂടെയാണ് പോകുന്നത്. ഇതൊക്കെ ശോല വനങ്ങളിൽപ്പെട്ട സ്ഥലങ്ങളാണ്. ഇവിടുന്ന് നമുക്ക് തിരിച്ച് ആ ചെക്ക് പോസ്റ്റിൻ്റെ എക്സിറ്റിലേക്ക് കയറണം. അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം തിരിച്ചിറങ്ങി പോകുന്ന കാര്യം. ഹായ് ഗെയ്സ്, ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. മാട്ടുപ്പെട്ടി ഡാമിലേക്കുള്ള എൻട്രൻസിൽ തന്നെ ഞങ്ങൾ വാഹനം ഇട്ടിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. അത് കാരണം കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു. വെള്ളം കുറവാണ് ഇവിടെ. ഏകദേശം വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നും ഈ പുൽമേട്ടിലൊന്നും ഇറങ്ങാൻ പറ്റാതെ, അതായത് പുൽമേട്ടിൽ കിടക്കുന്ന സകല സാധനങ്ങൾ, ഇപ്പം ഊഞ്ഞാലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റ് പല എക്യുപ്മെൻറ്റ്സും അവർ മാറ്റി ഏകദേശം ഈ പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ഓരോ വെള്ളപ്പൊക്കത്തിലും. ഇത് വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു ഷട്ടർ സിസ്റ്റമാണ്. ഞങ്ങൾ ആ ഡാമിൻ്റെ മുകളിൽ കൂടെയുള്ള നടത്തമാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ ഭാരമുള്ള വാഹനങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റിൻ്റെ കാറ് അതുപോലെ തന്നെ ട്രാവലർ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇത് കടന്ന് അകത്തേക്ക് പോകും. ഈ പാലം കടന്നാണ് നമ്മൾ ബോട്ടിംഗ് സ്പോട്ടിലേക്ക് എത്തുന്നത്. ബോട്ടിംഗ് സ്പോട്ടിലേക്കും പിന്നെ അതുപോലെ തന്നെ കുതിര സവാരി, പിന്നെ കുറച്ച് പർച്ചേസ് ചെയ്യാനുള്ള ചോക്ലേറ്റ് ഷോപ്പുകൾ, പിന്നെ ടോയ്സ് ഷോപ്പുകൾ, അങ്ങനെയുള്ള കുറച്ച് കടകളും ഷോപ്പുകളും ഒക്കെ കാണാം. ബോട്ടിങ്ങിന് ഞങ്ങൾ ഇറങ്ങിയില്ല. ഒന്നാമത് ഞങ്ങൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അത് കാരണം ഇറങ്ങാൻ പറ്റിയില്ല. ഇത് മറ്റൊരു ഡാമാണ്, കുണ്ടള ഡാം. ഞാൻ പറഞ്ഞില്ല, കുറേ ഡാമുകളും തേയിലത്തോട്ടത്തിൻ്റെയും ഇടയിലൂടെയാണ് യാത്ര.
ഇത് പുൽമേട്. ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് ഞങ്ങൾ തങ്കം ഇന്നിൽ തന്നെ വന്നു. 2 ദിവസം സ്പെൻഡ് ചെയ്യേണ്ടതുകൊണ്ട് ഇന്നും തങ്കം ഇന്നിൽ തന്നെയാണ് ഞങ്ങൾ റൂം എടുക്കുന്നത്. ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ റൂമല്ല, അവിടെ ഒരു നോർത്ത് ഇന്ത്യൻസ് വന്നു കംപ്ലീറ്റ് ഫസ്റ്റ് ഫ്ലോറിലെ റൂമും ബുക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു റൂമാണ് കിട്ടിയത്. ഇന്നലെ എടുത്തതുപോലെ തന്നെയുള്ള ഒരു മനോഹരമായ റൂം. അത്യാവശ്യം ബാത്റൂം അറ്റാച്ച്ഡാണ്. ബാത്റൂമൊക്കെ നല്ല സൂപ്പർ ബാത്റൂം. കൊള്ളാം. ഒരു 1500 രൂപയ്ക്ക് പിള്ളേർ അടിച്ച് പൊളിക്കുകയാണ്, തകർക്കുകയാണ്. യാത്രയുടെ ക്ഷീണമൊന്നുമില്ല. ഇച്ചുവൊക്കെ യാത്ര കഴിഞ്ഞ് വന്നിട്ടും അങ്ങ് അർമാദിക്കുകയാണ് ഗെയ്സ്.